4.5 മുതൽ 5 കോടി രൂപയുടെ വരെയും കച്ചവടമാണ് ഒരു മാസം ഇവിടെ നടക്കുന്നത്. നമ്മളിവിടെ വന്നിട്ട് ഓർഡർ ചെയ്തേക്കുന്നത് ഈ 5 ഐറ്റവും പിന്നെ ഈ ഫിൽറ്റർ എവിടെ പറ ആക്ച്വലി നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് നമുക്ക് ഇവിടെ ഓർഡർ ചെയ്യാം. ഈ കഫേയുടെ അകത്തുള്ള ക്രൗഡാണോ നിങ്ങൾ ഈ കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർ വരുമ്പോൾ പോകണമെന്ന് ആഗ്രഹിച്ച എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ 1ാമത്തെ സ്ഥലമാണിത്, രാമേശ്വരം കഫേ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കഫേയാണ്. എനിക്കിവിടെ വരണമെന്നും ഇവിടുത്തെ വീഡിയോസ് എടുക്കണമെന്നും വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ്. ഞാൻ ബാംഗ്ലൂർ പോകണമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവിടുത്തെ വീഡിയോ എന്തായാലും നീ പോയി ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നൈറ്റാണ് വന്നേക്കണത്. അത്യാവശ്യം നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ രാമേശ്വരം കഫേയിലെ വിശേഷങ്ങളായിരിക്കും. സമയം ഒരു 8:30 ആയിട്ടുള്ളൂ. ആ സമയത്തുള്ള ക്രൗഡാണ് ഈ കാണുന്നത്. ഇൻസിഡൻസ് കഴിഞ്ഞ് പിന്നെ യുദ്ധം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എൻട്രി ഉള്ളൂ. ആക്ച്വലി നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് നമുക്ക് ഇവിടെ ഓർഡർ ചെയ്തിട്ട് ഇവിടുന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഫുഡ് അവിടെ പോയിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്, ഇപ്പോൾ ചായ വേണമെങ്കിൽ ചായ എടുക്കാം. ചായ വേണോ? ഒരു ചായ. ചായ മതി. കോഫി എടുത്ത് അത് കാണാത്ത കുറേ ടൈപ്പുകൾ ദോശകൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതിൽ ഏത് വേണമെങ്കിൽ ശ്രദ്ധിക്കാം. അതനുസരിച്ച് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏതാ വേണ്ടേ? വെജിറ്റബിൾ ദോശ അത് പരട്. ഇതാ ഇത് മതിയാ? ഇതല്ലേ ആശക്ക എന്താ ഇഡ്ഡലി? അതാണ് ഞാൻ നോക്കണത്. ഞാൻ വട എടുക്കാം. വട മാത്രം. വട സാമ്പിത് ദൈവട മിനി അത് മതി. നമുക്ക് ഈ ഓർഡേഴ്സ് കൊടുത്തതിന് ശേഷം പേയ്മെൻറ്റിൻ്റെ ഇത് ഓപ്പൺ ആവും. എപ്പോഴായി കഴിയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് നമ്മൾ നോർമലി ചെയ്യണ പോലെ ഏത് ആപ്പ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി. കണ്ടില്ലേ? ഇതേപോലെ നമുക്ക് ഓർഡറിൻ്റെ സംഭവം നമുക്ക് ഇവിടെ തന്നെ കിട്ടും. അവിടുന്ന് ബില്ലടിച്ച് കഴിഞ്ഞിട്ടുള്ള ഇതേപോലെ ഓരോ ടോക്കൺ ഉണ്ടാവും. ഈ ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് ദോശയാണെങ്കിൽ ദോശ, പൊറോട്ട ആണെങ്കിൽ പൊറോട്ട, അതല്ലെങ്കിൽ റൈസ്, പൂരി, ഇഡ്ഡലി ആണെങ്കിൽ ആ ഓരോ സെക്ഷനിൽ ചെന്നിട്ട് നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓർഡർ ചെയ്ത ഐറ്റംസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ലോട്ട്സ് ഓഫ് പീപ്പിൾ, ഒരുപാട് ആൾക്കാർ ഈ സമയത്ത് വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മളിവിടെ വന്നിട്ട് ഓർഡർ ചെയ്തേക്കുന്നത് ഈ 5 ഐറ്റവും മിക്സ് വെജിറ്റബിൾ ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതേപോലെ ഗീ പഡു ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഗീ പുഡ് മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഗീ പുഡ് ഇഡ്ഡലി ഓർഡർ ചെയ്തിട്ടുണ്ട്, മിനി വട, സാമ്പാർ ഡിപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഗാർലിക് റോസ് ദോശയും കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്തിരിക്കാൻ സ്പേസ് ഇല്ലാത്ത കാരണം നമ്മൾ ഔട്ട് സൈഡിലാണ് ഇരിക്കുന്നത്. ഉണ്ടല്ലേ, ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായ ഒരു കാര്യം എറണാകുളത്ത് ഇത് ഉണ്ടായിരുന്നെങ്കിലും ഇത് ഈ ഐറ്റം ഒന്ന് കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു.
പ്രശ്നമല്ല കേട്ടോ. നെയ്യൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം. മസാല എടുക്കും, മസാല ക്രിസ്പിയാ പണ്ടു. പണ്ടു അരികു മാത്രം കൊള്ളാം. ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഇതിനകത്ത് സ്പെഷ്യലായിട്ട് എടുത്തു പറയാനുള്ളത് ഗീ ഫുഡ് ഇഡ്ഡലി. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളത് കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ ആ നെയ്യുടെയും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചേക്കണത് അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി എന്തായാലും രാമേശ്വരം കഫ വന്നെയാണെങ്കിൽ ഗീ ഫുഡ് ഇഡ്ഡലി മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും ഇൻസിഡൻറ്റുകൾ നടന്നിട്ടും ഇപ്പോഴും ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ ഫുഡിൻ്റെ സ്പെഷ്യാലിറ്റി കൊണ്ട് മാത്രമാണ് ഇത്ര ആൾക്കാർ ഇവിടെ വരുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. പിന്നെ 4.5 മുതൽ 5 കോടി രൂപയുടെ വരെയും കച്ചവടമാണ് ഒരു മാസം ഇവിടെ നടക്കുന്നത്. ഞങ്ങൾക്ക് അകത്തിരിക്കാൻ സ്പേസ് ഇല്ലാണ്ട് അകത്ത് സ്റ്റെപ്പിൽ വരെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇവിടുത്തെ ഫുഡിൻ്റെ എന്തോരം ഫേമസ് ആണെന്നുള്ളത്. ബാംഗ്ലൂർ വരികയാണെങ്കിൽ രാമേശ്വരം കഫ ഒരിക്കലും മിസ്സാകരുത്. എന്നിട്ട് ഗീ ഫുഡ് ഇഡ്ഡലി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾ വേറെ പല സ്ഥലങ്ങളിൽ കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇവിടുത്തെ എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഇതൊരു സ്പെഷ്യാലിറ്റി അതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അതിനുശേഷം ഒരു ഫിൽറ്റർ കോഫിയും കൂടി കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്തസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിട്ട് കാണുന്നത് വരെ സൈനിങ്.